Good morning. മക്കളെ ഇന്ന് വർത്താനത്തിലൊന്നും നിൽക്കുന്നില്ല, നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം കേട്ടോ. വാട്ട് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ്സ് 5, 0 and 3 to write the equation of the line? ഓക്കെ, സ്ലോപ്പ് കണ്ടുപിടിക്കാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് 3 പാർട്ടുണ്ട്, നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്യാവേ. സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട് 5, 0, 3, 2. അതിൻ്റെ ഇക്വേഷൻ കൂടെ നമ്മൾ എഴുതണം കേട്ടോ. ഇവിടെ നോക്കിയേ, നമുക്കറിയാം, ഞാൻ ഇവിടെ എല്ലാം എഴുതിയിട്ടുണ്ട്. നോക്കിയേ 5, 0, ഞാൻ A, B എന്ന് വെറുതെ പേര് കൊടുത്താണ്. x1, y1, x2, y2 അത് നിങ്ങൾ എഴുതിയിരിക്കണം. നമ്മുടെ സ്ലോപ്പിന്റെ ഫോർമുല എന്താണ്? y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. മറക്കരുതേ, പഠിക്കണം. നമുക്കിവിടെ വാല്യൂസ് കൊടുക്കാം. y2 എത്രയാണ്? 3 അല്ലല്ലോ, 2 മൈനസ് y1 എത്രയാ? 0 ബൈ x2 ആണെങ്കിൽ 3 മൈനസ് x1 എത്രയാണ്? 5 ഈസ് ഈക്വൽ ടു 2 മൈനസ് 0 എത്രയാണ്? 2 തന്നെ. ഇനി ഇവിടെ നോക്കിയേ, ഇത് +3, ഇത് -5 അല്ലേ? അപ്പോൾ ഒരു പ്ലസും ഒരു മൈനസും വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. 5 നിന്ന് 3 പോകെ എത്രയാണ്? 2 ആണ്. പക്ഷേ 5ന്റെ സൈനാണ് വലുത്, മൈനസ് ആണ്. 5 ആണ് വലുത്, അപ്പോൾ അതിന്റെ സൈൻ വേണം നമ്മൾ കൊടുക്കാൻ. അപ്പോൾ എത്ര വരും? -2. 2 ക്യാൻസൽ ആകും. അപ്പോൾ ആൻസർ എത്രയാണ്? -1. നമ്മുടെ സ്ലോപ്പ് എത്രയാണ്? -1. നമുക്ക് അതിന്റെ ഇക്വേഷൻ എഴുതാം. നമുക്ക് സ്ലോപ്പ് ഉണ്ടെങ്കിൽ ഇക്വേഷൻ എഴുതുന്ന ഫോർമുല എന്നായിരുന്നു? y മൈനസ് y1 ബൈ x മൈനസ് x1 ഈസ് ഈക്വൽ ടു സ്ലോപ്പ്. ഓർക്കുന്നുണ്ടോ ഈ ഫോർമുല? ഓക്കെ, ഇവിടെ എക്സും വൈയും അങ്ങനെ തന്നെ കിടക്കട്ടെ. നമുക്ക് y മൈനസ്, നമ്മളിവിടെ x1 അത്ര എഴുതിയേക്കുന്നത് 5 ബൈ, ഇനി x മൈനസ് x1 എത്ര ഇവിടെ കൊടുത്തേക്കുന്നത്? y മൈനസ് y1, y1 0 ആയിരുന്നേ, y മൈനസ് 0, x മൈനസ് x1 എത്രയാണ്? 5 ഈസ് ഈക്വൽ ടു സ്ലോപ്പ് പറഞ്ഞിട്ടുണ്ട് എത്രയാ? -1. ഇനി നമ്മൾ എന്താ ചെയ്യുന്നേ? ഓർത്ത് നോക്കിയാൽ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകും. ഏത്? ഈ വാല്യൂ മൊത്തം x-5 എന്നുള്ള വാല്യൂ മൊത്തമായിട്ട് നമ്മൾ അപ്പുറത്തോട്ട് കൊണ്ടുപോവാണ്. അപ്പൊ കൊണ്ടുപോകുമ്പോൾ ഞാൻ എഴുതാൻ പോവാണ് y മൈനസ് 0 ഇസ് ഈക്വൽ ടു, ഇങ്ങോട്ട് ഇവിടെ ആര് കിടപ്പുണ്ട്? -1 കിടപ്പുണ്ട്. അപ്പൊ ഇവിടെ x-5 എന്ത് ചെയ്യുമായിരുന്നു? ഡിവൈഡ് ആയിരുന്നു. അപ്പൊ അത് ഇപ്പുറത്ത് പോകുമ്പോ എന്താകും? ഇൻറ്റു അല്ലേ? x-5 ഇൻറ്റു തന്നെ ഇട്ടാൽ മതി, ബ്രാക്കറ്റ് ഇട്ടാൽ ഇൻറ്റു എന്നാണ് അർത്ഥം. ഇനി ഞാനിത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. y മൈനസ് 0 ഇസ് ഈക്വൽ ടു -1 ഇൻറ്റു x. 1 ഇൻറ്റു എക്സ് എത്ര? എക്സ്. പക്ഷെ ഇത് -1 ഇൻറ്റു, ഇത് മൈനസ് ആണ്, എക്സിന്റെ പ്ലസ് അല്ലേ? പ്ലസും മൈനസും ഇൻറ്റു ചെയ്താൽ എന്താ? സൈൻ എന്നാ? മൈനസ്. അപ്പം -1x, -1 എഴുതേണ്ട ആവശ്യമുണ്ടോ? എക്സ്. ഇനി ഇവിടെ നോക്കിയേ, 1 ഇൻറ്റു 5 5, മൈനസും മൈനസും, -1 -5 രണ്ട് മൈനസ് തമ്മിൽ ഇൻറ്റു ചെയ്താൽ പ്ലസ്. അപ്പൊ +5 കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് ഇക്വേഷൻ ഇപ്പം എക്സ് ഒക്കെ മൈനസ് കിടക്കാം. നമുക്ക് എക്സിനെ എല്ലാവരും ഇപ്പുറത്തോട്ടൊന്ന് കൊണ്ടുവരാം. ഇവിടെ -x ആയിരുന്നു, ഇപ്പുറത്ത് വന്നപ്പോൾ ആരായിട്ട് മാറി? +x. ഇനി ഇവിടെ കിടക്കുന്നവരെന്ന് ആദ്യം എഴുതിയേക്കാം, ഞാൻ സംശയം വേണ്ട. -x ഇപ്പുറത്തോട്ട് പോരട്ടെ, മൈനസ് ഇപ്പുറത്ത് വരുമ്പോ എന്നാകും? +x. ഇനി +5 ആയിരുന്നു, ഇപ്പുറത്തോട്ട് പോരട്ടെ, ഇപ്പുറത്ത് വരുമ്പോ എന്നാകും? -5 ഇസ് ഈക്വൽ ടു 0. ഇവരിങ്ങോട്ട് പോകുന്നു, ഇവരിങ്ങോട്ടും പോകുന്നു. ഇനി നമുക്ക് ആദ്യം x അല്ലേ നമ്മൾ എപ്പോഴും ആദ്യം പറയുന്നത്. അപ്പൊ x ആദ്യം എഴുതാം. x, y ഉണ്ട്, +y, പിന്നെ എന്നാണ്? -5. -5 -0, 0ക്ക് വാല്യൂ ഇല്ലല്ലോ, അപ്പൊ നോട്ട് ചെയ്യാം. ഇസ് ഈക്വൽ ടു 0. x + y -5 ഇസ് ഈക്വൽ ടു 0. ഇതാണ് ഇതിന്റെ ഇക്വേഷൻ. മനസ്സിലായല്ലോ? ഈ ഭാഗത്ത് ഈ അങ്ങോട്ട് കൊണ്ടുപോകുന്നതും ഇൻറ്റു ചെയ്യുന്നതും ഒക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. നമുക്കിനി ഇതിന്റെ സെക്കൻഡ് പാർട്ട് നോക്കാം. എനിക്ക് ഇച്ചിരി സ്പീഡിൽ പോകാം, കാരണം ഇതൊരു വലിയ ക്വസ്റ്റ്യനാണ്. ഇത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നമുക്ക് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അതിന്റെ സെക്കൻഡ് പാർട്ട് നോക്കിയേ. x coordinate of the point on the line x minus y is equal to 5. ലൈൻ തന്നിട്ടുണ്ട്, x minus y is equal to 5 is 5. അപ്പൊ എക്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ അതാണ് ഞാൻ പറഞ്ഞ, ക്വസ്റ്റ്യൻസ് നമ്മൾ ശരിക്കും വായിക്കണം, അല്ലെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. ഇത് നോക്കിയേ, x coordinate of the point on the line x minus y is equal to 5. അപ്പൊ ലൈൻ ഏതാണ്? x minus y. അതിന്റെ എക്സിന്റെ വാല്യൂ എത്രയാണ്? x is equal to 5 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നമ്മുടെ ഒരു അശ്രദ്ധ കൊണ്ട് ഇത് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ നോക്കിയാൽ x 5 ആണെങ്കിൽ y-യുടെ വാല്യൂ, അപ്പൊ നമുക്ക് ഇക്വേഷൻ ഉണ്ട്, എക്സിന്റെ സ്ഥാനത്തോട്ട് എന്തിട്ട് കൊടുത്താൽ മതി? 5 ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് 5 - y is equal to എത്ര വരും? 5
ഇനി -y അല്ലേ, ഈ 5നെ നമ്മൾ അപ്പുറത്തോട്ട് കൊണ്ടുപോകണേ. -y ഈസ് ഈക്വൽ ടു, ഇവിടെ എന്നാ ഉണ്ടായിരുന്നു 5 ഉണ്ടായിരുന്നു, ഇവിടെ +5 ആണ്. ആ +5 അപ്പുറത്ത് കൂടുമ്പോൾ എന്നായിട്ട് മാറും, -5 ആയിട്ട് മാറും. അപ്പം ദാറ്റ് ഈസ് -y ഈസ് ഈക്വൽ ടു 5 - y എത്രയാ 0. അപ്പൊ -y ഈസ് ഈക്വൽ ടു 0. അപ്പൊ നമുക്കിതിനെ y ഇതാക്കാൻ വേണ്ടി, അതായത് പോസിറ്റീവ് വാല്യൂ ആക്കാൻ വേണ്ടി മൊത്തം മൈനസ് കൊണ്ട് ഇൻറ്റു ചെയ്യുകയാണ്. അപ്പൊ ഇവിടെ മൈനസ് കൊണ്ട് ഇൻറ്റു ചെയ്യുക, ഇവിടെ മൈനസ് കൊണ്ട്. അപ്പൊ y ഈസ് ഈക്വൽ ടു മൈനസ് കൊണ്ട് ഇൻറ്റു ചെയ്താൽ y എന്നായിട്ട് മാറും പ്ലസ്. അതായത് ഇവിടെ രണ്ടിടത്ത് നമ്മൾ എന്ത് വാല്യൂ കൊണ്ട് ഇൻറ്റു ചെയ്യുവാണ്, മൈനസ് വാല്യൂ. എന്തിനാണ് എങ്ങനെ ചെയ്തത്, -y എന്ന് കിടക്കുന്നത് കൊണ്ട് മൈനസ്, നമുക്കറിയാം മൈനസ് കൊണ്ട് ഇൻറ്റു ചെയ്താൽ എന്നായിട്ട് മാറും, പ്ലസ് ആകത്തില്ലേ. അപ്പം അതിനുവേണ്ടിയാണ് നമ്മൾ മൈനസ് വാല്യൂ കൊണ്ട് ഇൻറ്റു ചെയ്തത്. ഇവിടെ മൈനസ് കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ +y ആകും. 0 മൈനസ് കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, അത് തന്നെ. അപ്പൊ y ഈസ് ഈക്വൽ ടു 0. അപ്പം y യുടെ വാല്യൂ നമുക്ക് എന്നാന്ന് കിട്ടി, 0 എന്ന് കിട്ടി. അല്പം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, നല്ല ഇത് തിരികെ വന്ന് ചിലപ്പോൾ സാധ്യതയുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ ഭാഗം നോക്കാം. തേർഡ് പാർട്ട്, റൈറ്റ് ദ കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ് ഓഫ് ദ ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദ ലൈൻ x + y ഈസ് ഈക്വൽ ടു 5, x - y ഈസ് ഈക്വൽ ടു 5. നമ്മളിത് ചെയ്തിട്ടുണ്ട് ഇതുപോലത്തെ, നിങ്ങൾ വേറെ ക്ലാസ്സുകളിലൊക്കെ എനിക്കൊന്ന് 9th 8th ഒക്കെ ചെയ്തിട്ടുണ്ട്. രണ്ട് ഇക്വേഷൻ നമുക്ക് ഇതിനകത്തുനിന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്തിട്ട് എക്സിന്റെ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പൊ ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷൻ, ഞാൻ ഈ രണ്ട് ഇക്വേഷനും കൂടെ എന്ത് ചെയ്യാൻ പോവാണ്, ആഡ് ചെയ്യാൻ പോവാണ്. ആഡ് ചെയ്താൽ നമുക്ക് ഒരു വാല്യൂ ക്യാൻസൽ ആയി പോലും. നമുക്ക് ഇത് പ്ലസ് ചെയ്യുവാണ്. 1x + 1x 2x അല്ലേ. ഇനി +y - y, പ്ലസും മൈനസും വന്നാൽ മൈനസ് ചെയ്യണം. അപ്പം വെറും y എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാണ്, 1 എന്നല്ലേ അർത്ഥം. അതുകൊണ്ടാണ് ഇവിടെ 1x ഉം 1x ഉം കൂട്ടിയപ്പോൾ 2x കിട്ടിയത്. അപ്പൊ ഇവിടുന്ന് +1y നിന്ന് -1y പോകുക എത്രയാണ്, പ്ലസും മൈനസും വന്നാൽ മൈനസ് ചെയ്യുക. മൈനസ് ചെയ്തപ്പോൾ 0. അത് എഴുതണോ, വേണ്ട. 5 + 5 എത്രയാണ് 10. അപ്പൊ 2x ഈസ് ഈക്വൽ ടു 10. അപ്പം എക്സിന്റെ വാല്യൂ കാണാൻ തന്നെ ചെയ്യണം, ഈ 10നെ 2നെ നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുപോവുക. ഇവിടെ ഇൻറ്റു ചെയ്തത് കൊണ്ട് ഇവിടെ വരുമ്പോൾ ഡിവൈഡ് ഈസ് ഈക്വൽ ടു 5. അപ്പൊ എക്സിന്റെ വാല്യൂ therefore x ഈസ് ഈക്വൽ ടു എന്നാന്ന് കിട്ടി 5. നിങ്ങൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്, അതൊന്ന് ഓർത്താൽ മതി. മനസ്സിലായല്ലോ. ഇനി നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടി, വൈയുടെ വാല്യൂ കണ്ടുപിടിക്കട്ടെ. ഫൈൻഡ് ദ രണ്ട് വാല്യൂ കണ്ടുപിടിക്കണം. എക്സ് കിട്ടി, ഇനി y. അപ്പൊ എന്ത് ചെയ്താൽ മതി, ഈ എക്സിന്റെ വാല്യൂ ഈ രണ്ട് ഇക്വേഷനിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനകത്ത് കൊടുക്കാം. ഞാനിപ്പോ ഫസ്റ്റിനകത്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് ഇക്വേഷൻ എന്നാ, x + y ഈസ് ഈക്വൽ ടു 5 ആണല്ലോ. എക്സിന്റെ വാല്യൂ കൊടുക്കാൻ പോവുക, എത്രയാ 5 കൊടുക്കാൻ പോവുക. 5 + y ഈസ് ഈക്വൽ ടു 5. y ഒറ്റയ്ക്കാക്കിക്കേ, ഈ 5നെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകണം. ഇവിടെ 5 കിടപ്പുണ്ട്, ഇത് +5 ആണ്, ഇപ്പുറത്ത് പോകുമ്പോൾ അത് -5 ആകും, ഈസ് ഈക്വൽ ടു 0. അപ്പൊ വൈയുടെ വാല്യൂ എത്രയാണ്, 0. കണ്ടോ, ഈ ക്വസ്റ്റിനകത്ത് 3 തരം ക്വസ്റ്റ്യൻ, അതായത് നമ്മൾ സർക്കിളിനകത്ത് കോർഡിനേറ്റ്സിനകത്ത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഭാഗങ്ങളൊക്കെ അവർ ഇൻക്ലൂഡ് ചെയ്താണ് ചോദിക്കുന്നത് അല്ലേ. അപ്പം ഇതെല്ലാം ഒന്ന് നിങ്ങൾ പഠിക്കണം, നന്നായിട്ട് പഠിക്കണം. അതായത് നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടിട്ട് തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾ ചെയ്തിരിക്കും, കാരണം നിങ്ങൾക്ക് അറിയാം ഇപ്പം എല്ലാം ഒരുമാതിരി എല്ലാം അറിയാമെന്ന് നിങ്ങൾ ചെയ്യും. ഓക്കെ, താങ്ക് യു.